പരീക്ഷയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി. അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇപ്പോൾ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗവൺമെൻറ് അയച്ച ഉദ്യോഗസ്ഥ പ്രമുഖർ ഡെലിഗേഷൻ ഉൾപ്പെടെ സഹകാരികളും ഉദ്യോഗസ്ഥ പ്രമുഖരും എത്തിയിരുന്നു. അവരെല്ലാം ഇത് കണ്ടതിന് ശേഷം ഇറ്റ്സ് എ വണ്ടർഫുൾ ഐഡിയ എന്നവർ പറയും. വെൽ ഓർഗനൈസ്ഡ്, ഞങ്ങളെ കണ്ട് വലിയ അഭിനന്ദനം അറിയിച്ചിട്ടാണ് പോയത്. അതുപോലെ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന ആബാലവൃദ്ധൻ ജനങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എല്ലാവരും വന്ന് നല്ല രൂപത്തിൽ ഈ സ്റ്റാളുകളെല്ലാം സന്ദർശിച്ച് അവർക്കേറെ ആസ്വാദ്യകരമായിരിക്കുന്നു. ഒരു പുതിയ അനുഭവമാണ്. സഹകരണ മേഖലയെക്കുറിച്ചൊരു പുതിയ അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന വലിയ രൂപത്തിലുള്ള നീക്കമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ഓരോ ഇപ്പോൾ 6 ദിവസം പിന്നിടുകയാണ്. ഇനിയിപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ. വലിയൊരു ജനപങ്കാളിത്തം, അതായത് ഈ കോവിഡിന് ശേഷം വലിയൊരു ജനപങ്കാളിത്തം ഇതിനുണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ട്. കോവിഡിന് ശേഷം എല്ലാം മറന്ന് ജനങ്ങൾ, അതായത് ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് പറഞ്ഞത്, എല്ലാം മറന്നിറങ്ങി ഇത് കാണാൻ, ആസ്വദിക്കാൻ, കലാപരിപാടി ആസ്വദിക്കാൻ, ഒപ്പം പുതിയ ആശയപ്രപഞ്ചം തീർക്കുന്ന സെമിനാറുകൾ. ഇപ്പോൾ തന്നെ 1 ഡസൻ മന്ത്രിമാർ വന്നുപോയി. പിന്നെ ഒട്ടനവധി പ്രഗത്ഭര്, പ്രശസ്തര്, പ്രതിഭാശാലികളായിട്ടുള്ള ആളുകളെല്ലാം പുതിയ ആശയങ്ങളുമായി വരുന്നു. അതെല്ലാം പങ്കിടാനുള്ള അവസരങ്ങളായി. ഇതെല്ലാം ചേർത്ത് ഒരു മഹാമേള, ഒരു മാമാങ്കമായി മാറിക്കഴിഞ്ഞിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിനിസ്റ്റർ ഒരു 4 ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? 4 ദിവസം എല്ലാ ദിവസവും ഒരു ദിവസം ഇല്ലായിരുന്നു. എല്ലാ ദിവസവും ഇവിടെ ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ ഉണ്ടാവും. എല്ലാവരും കൃത്യമായി ഞങ്ങളെല്ലാം ചേർന്നൊരു ടീം വർക്കാണ്. ഒരാൾ മാത്രമല്ല, സഹകരണ വകുപ്പിൻ്റെ ഒരു ടീം വർക്കിൻ്റെ നെറ്റ് റിസൾട്ടാണ് അത്ര മനോഹരമായി ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള ദിവസം, അതായത് വരും വർഷങ്ങളിൽ ഇങ്ങനെയുള്ളൊരു എക്സ്പോ ഇപ്പം നമ്മളൊരു 8 വർഷമായെന്ന് തോന്നുന്നു. അതിന് 8 വർഷത്തിനും 6 വർഷത്തിനും ശേഷമാണത്. അപ്പോൾ ഇനി എങ്ങനെ അടുപ്പിച്ച് അങ്ങനെ കാണാൻ ഒരു സാധ്യത ഉണ്ടാവും? ഏതായാലും സഹകരണ മേഖലയുടെ മറ്റു സ്ഥലങ്ങളിൽ വെച്ച്, കൊച്ചി തന്നെ ആയിക്കൊള്ളുന്നില്ല എല്ലാ കാലത്തും, തിരുവനന്തപുരത്തോ കോഴിക്കോടോ തൃശ്ശൂരോ കണ്ണൂരോ കൊല്ലത്തോ ഇങ്ങനെ മാറി സ്ഥല സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലങ്ങൾ തിരഞ്ഞു നോക്കിയിട്ട് ഭാവിയിൽ എക്സ്പോ വീണ്ടും സംഘടിപ്പിക്കാനുള്ള പരിശ്രമങ്ങളുണ്ടാവും. ഒരു കാര്യം, കുറേ കൂടി ഉൽപ്പന്നങ്ങൾ ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിച്ചു വരും. ഇപ്പം നമ്മുടെ കോപ്പ് മാർട്ട് അതൊരു ബ്രാൻഡായി മാറുകയല്ലേ? ഇപ്പോൾ ഞങ്ങൾ ഈ മേഖലയിലുള്ള എല്ലാ പ്രോഡക്റ്റുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമാണ് കോപ്പ് മാർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് 14 ജില്ലകളിലും ഇപ്പോൾ സ്ഥാപനങ്ങളായി നല്ല സെയിലാണ് നടക്കുന്നത്. വലിയ രൂപത്തിലുള്ള സ്വീകാര്യത വരുന്നുണ്ട്. ഒന്ന്, കലർപ്പില്ലാത്തതാണ് നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. അതൊക്കെ ഏറെ വലിയ ആവേശം പകരുന്ന കാര്യമാണ്. ഇത്രയധികം ഉൽപ്പന്നങ്ങൾ സഹകരണ മേഖല ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപക്ഷെ ബഹുജനങ്ങൾ ധരിച്ചിരുന്നില്ല. 340ഓളം ഇനങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഇപ്പോൾ സ്റ്റാളുകളിലെല്ലാം പരിശോധിച്ചാൽ ഇനിയും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു കാര്യം കൂടെ, നമ്മുടെ യുവ സഹകരണ സംഘങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവരെയും കൂടെ കൂട്ടിയിണക്കിക്കൊണ്ട് നമുക്ക് കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. തീർച്ചയായും യൗവനങ്ങളുടെ സഹകരണ സംഘങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. അവർ ചില കൂട്ടർ ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രോജക്റ്റ് എടുത്തവരുണ്ട്, IT-യുടെ പ്രോജക്റ്റ് എടുത്തവരുണ്ട്, ഈവൻറ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് എടുത്തവരുണ്ട്, മറ്റ് വിവരസാങ്കേതിക വിദ്യ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ 3-4 സൊസൈറ്റികളിലൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ യൗവനങ്ങളുടെ സൊസൈറ്റികൾ പുതിയ സ്റ്റാർട്ടപ്പുകളുമായി വന്നിരിക്കുന്നതും പുതിയ പ്രതീക്ഷ നൽകുകയാണ്. ഓക്കെ, താങ്ക് യു.